Welcome, my dear students. So, IUPAC problems namukku discuss cheyam. So, first question, the IUPAC name of the following compound is. Okay. അപ്പോൾ ഇതിൻ്റെ അകത്ത് RS nomenclature ഉണ്ട്. അത് മാത്രമല്ല കോമ്പൗണ്ടിൻ്റെ പേരും നമ്മൾ കറക്റ്റായിട്ട് പറയണം. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരിൽ നമുക്ക് ആദ്യം തന്നെ നമ്പർ ഇടാം. സോ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ആസിഡിൽ നിന്നാണ്. ആസിഡ് ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ആസിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1, 2, 3, ഇനി അതിനുശേഷം 4, 5, 6 ഈ റൂട്ട് ഉണ്ട്. 4, 5, 6 നമുക്ക് ഏതെങ്കിലും ഒരു റൂട്ടേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ലോവസ്റ്റ് നമ്പർ റൂൾ നോക്കുന്ന സമയത്ത് ട്രിപ്പിൾ ബോണ്ട് 5th പൊസിഷൻ, ഡബിൾ ബോണ്ട് 5th പൊസിഷൻ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ട് ഈനാണ് പ്രിഫറൻസ് കിട്ടുക, ഏതിനേക്കാളും അതിനേക്കാളും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പാർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എടുക്കേണ്ടി വരും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 ഈനായിരിക്കും. എന്തായിരിക്കും? 5 ഈനായിരിക്കും. സോ എ കട്ട് ചെയ്യാം, ബി കട്ട് ചെയ്യാം. ഇനി നമുക്ക് RS nomenclature അറിയാതെ ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? RS nomenclature കണ്ടുപിടിക്കണം. അപ്പൊ RS nomenclature കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ പ്രയോറിറ്റി കൊടുക്കുക. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ. അപ്പൊ എന്തായാലും 4th പ്രയോറിറ്റി ഇവിടേക്ക് പോയി. അടുത്ത പ്രയോറിറ്റി നോക്കുമ്പോൾ ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ. അപ്പൊ വീണ്ടും കാർബൺ ആണ്. നെക്സ്റ്റ് കണക്റ്റഡ് ടു ഇവിടെ കാർബൺ, 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 ഇവിടെ കാർബൺ, കാർബൺ, ഹൈഡ്രജൻ, ഇവിടെ ഓക്സിജൻ, ഓക്സിജൻ, ഓക്സിജൻ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി പ്രയോറിറ്റി 1 ഇവിടെ ആയിരിക്കും, 2 ഇവിടെ ആയിരിക്കും, 3 ഇവിടെ ആയിരിക്കും. നമ്മൾ ഓർഡർ നോക്കുമ്പോൾ 1, 2, 3 ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ആന്റി ക്ലോക്ക് വൈസ്. S ആണ്. 4th ബോട്ടം ഫേസ് ആണ്. അപ്പൊ അവർ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. കേട്ടോ? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. അവർ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കീറ്റോൺ ഉണ്ട്, എസ്റ്റർ ഉണ്ട്. അപ്പൊ എസ്റ്റർ ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് സിയും ഡിയും അപ്പൊ തന്നെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് RS nomenclature മാത്രം നോക്കിയാൽ മതി, കാരണം അതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ നമ്മുടെ കൈരാൾ കാർബണാറ്റ് നമ്മളവിടെ കണ്ടു. അപ്പൊ കൈരാൾ കാർബണാറ്റത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ഹൈഡ്രജൻ, കാർബൺ, കാർബൺ, കാർബൺ. അപ്പൊ ഇത് 4th പ്രയോറിറ്റി ആണ് നമുക്ക് മനസ്സിലായി. പിന്നെ കാർബൺ കണക്റ്റഡ് ടു ഓക്സിജൻ, ഓക്സിജൻ ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് പ്രയോറിറ്റിയും ഇത് സെക്കൻഡ് പ്രയോറിറ്റിയും ഇത് തേർഡ് പ്രയോറിറ്റി ആണെന്ന് മനസ്സിലായി. പ്രയോറിറ്റി ഓർഡർ നോക്കുന്ന സമയത്ത് ആന്റി ക്ലോക്ക് വൈസ് എസ് ഡിറക്ഷൻ ആണ് 4th, എടുക്കുന്നത് ബോട്ടം ഫേസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് IUPAC നെയിം. അപ്പോ ആൽക്കഹോൾ ആണ്. അപ്പൊ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ വരും. പിന്നെ ഡബിൾ ബോണ്ടും ഫിനൈൽ ഗ്രൂപ്പ് ആണ് ഉള്ളത്. ഇനി ആൽക്കഹോളിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഇപ്പൊ ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഇവിടുന്ന് തന്നെ നമ്പർ ചെയ്യണം. ഇപ്പൊ 1, 2 ആൽക്കഹോളിന് 3, this is 4, this is 5, this is 6, this is 7. ഇപ്പൊ ഫിനൈൽ 7th-ലും ഡബിൾ ബോണ്ട് 3rd-ലും ആൽക്കഹോൾ 2nd-ലും ആയിരിക്കും. അപ്പൊ അത് ഓക്കെ അല്ലേ? അത് ഓക്കെയാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് 7 ഫിനൈൽ ഹെപ്റ്റ് 3 in 2 all, 7 phenyl hept 3 in 2 all. സി ഓപ്ഷൻ നോക്കുമ്പോഴും 7 phenyl hept 3 in 2 all. അപ്പൊ എല്ലാത്തിലും അത് സെയിം ആണ്. അപ്പൊ പിന്നെ നമ്മൾ ഇനി RS nomenclatureും EZ nomenclatureും നോക്കണം. അപ്പൊ RS nomenclature നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ RS nomenclature നോക്കുന്ന സമയത്ത് ഓക്സിജൻ ഫസ്റ്റ്, ദെൻ അടുത്തത് ഇവിടെ ഇത് 2 ആയിരിക്കും, കാരണം പ്രയോറിറ്റി. ഇത് 3 ആയിരിക്കും. പിന്നെ ഹൈഡ്രജൻ 4. അപ്പൊ 1, 2, 3 കോൺഫിഗറേഷൻ 6 ആണ്. പക്ഷെ എന്താ പ്രശ്നം? 4th പ്രയോറിറ്റി ടോപ്പ് ഫേസിലായതുകൊണ്ട് നമ്മുടെ കോൺഫിഗറേഷൻ S ആയിരിക്കും. ദാറ്റ് മീൻസ് 2S ആണ്. അപ്പൊ 2R കട്ട് ചെയ്യാം, 2R കട്ട് ചെയ്യാം. ഇനി നമുക്ക് എവിടുത്തെ പ്രയോറിറ്റി അറിയണം? ഡബിൾ ബോണ്ടിന്റെ പ്രയോറിറ്റി അറിയണം. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ പ്രയോറിറ്റി അറിയാനായിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ബോണ്ടും കൂടി ഒന്ന് വരയ്ക്കുക. സോ ഇങ്ങനെ. ഇവിടെ ആരാ കിടക്കുന്നത്? ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ. ഇനി നമ്മൾ പ്രയോറിറ്റി ഓർഡർ കൊടുക്കുമ്പോൾ ഇത് 1, ഇത് 2, ഇത് 1, ഇത് 2. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ട 1, 2, 2, 1. ദാറ്റ് മീൻസ് ഇത് എന്താണ്? ഇ ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? 3 ഇ ആന്ന് മനസ്സിലായി. സോ ദാറ്റ് വിൽ ബി ബിയും കട്ടായി. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. കേട്ടോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഈ 3 എണ്ണം. താങ്ക് യു.